നമസ്കാരം. ഞാൻ ശ്രീടവൂർ. വ്യാഴാഴ്ചയുടെ വാതിൽ എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അയ്യപ്പൻ എന്ന കവിത വായിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അയ്യപ്പൻ മരണപ്പെട്ട ഒക്ടോബർ 21 ഒരു വ്യാഴാഴ്ചയായിരുന്നു. കവിയുടെ തന്നെ ചില വരികളും പുസ്തകത്തിൻ്റെ പേരുകളും ആദരപൂർവം ഈ കവിതയിൽ ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കവിത വായിക്കുന്നു. അയ്യപ്പൻ. വ്യാഴാഴ്ചയുടെ വാതിൽ തുറന്നൊരു കവി തെരുവിലേക്കിറങ്ങുന്നു. അരാജക ജീവിതശാലയിൽ ഗ്രീഷ്മവും കണ്ണീരും കുടിച്ചിരിക്കുന്നു. തിരസ്കൃതൻ്റെ വഴിയിലിറങ്ങി കവി വേറിട്ട വരികളാവുന്നു. വ്യഥകളും ആകുലതകളും പെയ്യുന്നിടങ്ങളിൽ പൊള്ളി നിൽക്കുന്നു. തെരുവിൻ്റെ സ്പന്ദനം ക്രൂരമായി പിടിക്കവേ ആൾക്കൂട്ടത്തിലേക്കത് പറിഞ്ഞു വീഴുന്നു. തീയും കൊടുങ്കാറ്റും ലഹരിയും പൂക്കുന്ന വരികൾ കരൾ തൊട്ട് വേവുന്നു. താനൊരുക്കിയ തെരുവിൽ കവി അവധൂതനാകുന്നു. തീക്കൂടിനുള്ളിൽ പൊള്ളി അടരുന്നു. ഒരു പാറയുടെ ഗർജനം കവിയുടെ ശ്വാസമൂറ്റുന്നു. ഇതുവരെ ചൊല്ലാത്ത മറ്റൊരു കവിത കൈമടക്കിൽ ചുട്ടുനീറുന്നു. വെയിൽ തിന്ന പക്ഷി എല്ലിച്ച വരികളിൽ ചിറകടിക്കുന്നു. തെറ്റിയോടിയ സെക്കൻഡ് സൂചി ഇരുട്ടിൻ കയങ്ങളിൽ നിലതെറ്റി വീഴുന്നു. അതുരാലയത്തിൻ മോർച്ചറിക്കുള്ളിൽ കവി തിരിച്ചറിയാത്ത അക്ഷരങ്ങളാവുന്നു. തിരിച്ചറിയാൻ താമസിച്ചവൻ ഇവൻ അയ്യപ്പൻ. റീത്ത് വയ്ക്കൽ, ആചാരവെടി, അനുശോചനം കഴിഞ്ഞു. വിസ്മൃതനായ കവിയെ ഒക്ടോബർ 21 മാത്രം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അവർക്കായി കവി തന്നെ ഉച്ചത്തിലൊരു കവിത ചൊല്ലുന്നു. ജീവിച്ചിരുന്നപ്പോൾ കോമാളിയാക്കിയവരെ, ആഘോഷിച്ചവരെ ഇനി എൻ്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ. ഇവിടെയും എനിക്ക് പ്രിയപ്പെട്ടവർ ജോൺ സുരാസു. നന്ദി, സ്നേഹം.